പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഒരുപാട് പേർ +2 കൊമേഴ്സൊക്കെ കഴിഞ്ഞ് CA CMA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മോടൊപ്പം ഇന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണുള്ളത്, CA മുഹമ്മദ് സിനാൻ. സർ, സ്വാഗതം. CAയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ സാർ തന്നെ സാറിൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മോട് പങ്കുവെക്കും. അപ്പോൾ +2 കഴിഞ്ഞ് പല കുട്ടികളും CA CMA ഒക്കെ ആഗ്രഹിക്കുന്നൊരു സമയമാണല്ലോ. ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാൻ, അതിന് വേണ്ട കോച്ചിങ്ങിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരം ആരംഭിക്കുന്നത്. +2 കഴിഞ്ഞ് എല്ലാവർക്കും പറ്റിയതാണോ ഈ കോഴ്സ്? അവിടെ നമുക്ക് തുടങ്ങാം. ആരാണ് ഈ കോഴ്സിൽ ചേരേണ്ടത്? സത്യം പറഞ്ഞാൽ അതായത് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഇതൊരു യൂണിവേഴ്സിറ്റി ബേസിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ സിസ്റ്റമോ കോളേജ് സിസ്റ്റമോ പോലെ ചെയ്യുന്ന കോഴ്സല്ല ഇത്. ഇന്ത്യൻ ഗവൺമെൻറ് ബോർഡിൻ്റെ കീഴിൽ ചെയ്യുന്ന കോഴ്സാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്നത് വെറും ട്യൂഷനുകളാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ CA CMA ആരെടുക്കുക എന്നുള്ള ചോദ്യത്തിന്, അതായത് പൊതുവേ തന്നെ CAക്ക് പഠിക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയാം നല്ല പഠിക്കുന്ന കുട്ടിയാണെന്നല്ലേ. ആസ് എ ടീച്ചർ, ഞാനിപ്പോൾ ഒരു CA CMA പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എൻ്റെ കൺസേണിൽ എന്തല്ല, പഠിക്കുന്നൊരു കുട്ടി പോയി ചേരേണ്ട ഒരു കോഴ്സ് എന്നല്ല CA CMA പറയാം. അത് ആദ്യം പറയാം CA CMA ഇന്ത്യൻ ലോൻ്റെ കീഴിലുള്ള കോഴ്സുകൾ. സത്യം പറഞ്ഞാൽ ഡിറ്റർമൈൻഡായ അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറുള്ള കുട്ടികൾ, അപ്പോൾ കഷ്ടപ്പാടുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കഷ്ടപ്പെടാൻ തയ്യാറുള്ള കുട്ടികൾ പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 98-97% +2 പാസ് പേഴ്സൻ്റേജുള്ള ഒരു കുട്ടിക്ക് ഇത് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് എടുക്കാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂരിൽ. ആ കുട്ടി ഇപ്പോഴും എൻ്റെ 2016 98 സ്കൂളിലെ സെക്കൻഡ് ടോപ്പറായിരുന്നു. ഇന്നും ആ കുട്ടി ക്വാളിഫൈഡ് ആയിട്ടില്ല. അതേസമയം ഞാൻ CA ഫൗണ്ടേഷൻ പഠിക്കുന്നത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായ വേറൊരു സുഹൃത്തുണ്ട് കാസർഗോഡിൽ. ആ എൻ്റെ ഫ്രണ്ട് 68% ആയിരുന്നു അന്ന് അവൻ്റെ +2 പാസ് പെർസെൻറ്റേജ്. ആ സമയത്ത് ഞാൻ 91 സംതിങ് അത്രയുണ്ടായി. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ നല്ല സൂപ്പറും ആ കുട്ടി ആ ഒരു നോർമലാണ്. ഞാൻ CA ക്വാളിഫൈഡ് ആവുന്നതിൻ്റെ ഒരു കൊല്ലം മുന്നേ ആ കുട്ടി എൻ്റെ ഫ്രണ്ട് ക്വാളിഫൈഡായി. ഡ്യൂറിങ് ഹിസ് ട്രെയിനിങ് പീരീഡ് ആ സമയത്ത് തന്നെ IBM പോലുള്ള ഇന്ത്യയിലെ തന്നെ വലിയ കമ്പനികളിൽ ട്രെയിനിങ് ചെയ്യുക, ക്വാളിഫൈഡ് ആയതിനു ശേഷം ദുബായിൽ തന്നെ നല്ലൊരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുക, ഇതൊക്കെ അവൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ എന്തല്ല പറയുന്നത്, നിങ്ങൾ +2ലെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളതല്ല കൺസേൺ. നിങ്ങൾ എത്രത്തോളം പേഷ്യൻ്റോടുകൂടി ഈ സാധനം ചെയ്യാൻ തയ്യാറാണ്. അതായത് ആര് കോഴ്സ് എടുക്കുക എന്നുള്ളത് കൊമേഴ്സ് പഠിച്ച എല്ലാ കുട്ടികളുടെയും ചോദ്യം ചിന്തയാണ്. എന്താ ഇനി ഞാൻ ചെയ്യുക? ബികോമിന് എത്ര ആൾക്കാരുണ്ട്, BBAക്ക് എത്ര ആൾക്കാരുണ്ട്, ഇനി വേറെ ഏതെങ്കിലും സ്ട്രീമിലേക്ക് പോകാൻ, സയൻസ് സ്ട്രീമിലേക്ക് ഒരു കൊമേഴ്സ് കുട്ടിക്ക് പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇയാളുടെ ടേസ്റ്റ് ഇതാണെങ്കിൽ പിന്നെ എല്ലാവരുടെയും ചോദ്യം CA CMA ACCA CMA USA ഇങ്ങനെ ഒരു 5 ലിസ്റ്റുകൾ വന്നിട്ട് MCQ ക്വസ്റ്റ്യൻ പോലെയാണ് ഏതെടുക്കും എന്നുള്ളത്. അപ്പോൾ CA എന്തായാലും എന്നെ കൊണ്ട് വരില്ല, CMA ഇന്ത്യ എടുത്താലോ, ഓക്കെ ഫൈൻ. CMA ടഫല്ല, CMA ഇന്ത്യയിലേക്ക് പോവാം. ഇത് രണ്ടും കഴിഞ്ഞാൽ പറയും വന്നാൽ ACC എടുത്താലോ, ACC ഗൾഫിൽ ഭയങ്കര. ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സുകളുടെയൊക്കെ മുന്നിൽ കോഴ്സ് എന്നല്ലേ പറയാം, പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണൽ കോഴ്സിന് തന്നെ എന്തുണ്ട്, ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. എന്തില്ല, ഇത് ആരും അതുകൊണ്ടാണല്ലോ ഇതിന് വിലയുള്ളത്, ആരും പാസ്സാണെന്നുള്ളത്. ആ സമയത്ത് ഇത് പാസ്സാവാനുള്ള കഷ്ടപ്പാടുകൾ അതിനുവേണ്ടി തയ്യാറാവുക എന്നുള്ളത് നിർബന്ധമാണ്. അതൊരു 4-4.5 കൊല്ലോ 5 കൊല്ലമാണ് ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്. CA ആവട്ടെ CMA ആവട്ടെ. ഈ 4.5 കൊല്ലങ്ങളിൽ നമ്മൾ പോകാൻ സാധ്യതയുള്ള അപ്പ് ആൻഡ് ഡൗൺസ്, നമ്മൾ പാസ്സാവാം, ഫെയിൽ ആവാം. ഞാൻ സ്റ്റുഡൻസ്, നിങ്ങൾ എന്തായാലും ഫെയിൽ ആവും, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. അതാണ് നിങ്ങൾ വർക്ക് ചെയ്താൽ, നിങ്ങൾ നല്ല വൃത്തിക്ക് വർക്ക് ചെയ്താൽ നിങ്ങൾ പാസ്സാവും, അതർവൈസ് യു വിൽ ഫെയിൽ കൺഫേം. ഇതാണ് ഒരു ഫാക്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ഭയങ്കര ഉഷാറാണെന്നുള്ളത്. പഠിക്കാൻ തയ്യാറുള്ള എല്ലാ കുട്ടികളും CAക്ക് വരിക, പഠിക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിയും CAക്ക് വരാതിരിക്കുക, ഇതല്ല കൺസേൺ. നിങ്ങൾ ഇനിയുള്ള ഒരു 4-5 കൊല്ലങ്ങളിലേക്ക്, 4-5 കൊല്ലങ്ങൾ നിങ്ങൾ അതിന് തയ്യാറാണോ? കംപ്ലീറ്റ്ലി നിങ്ങൾ പാക്ഡായി ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റിലും നമ്മൾ എന്താ പറയുക, ഒന്ന് റീവാലുവേറ്റ് ചെയ്ത് ഞാൻ ആം എ പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് എന്ന കൺസേണിൽ നിങ്ങൾ പേഷ്യൻ്റോടുകൂടി, അതായത് നല്ല രീതിയിൽ ക്ഷമയോടുകൂടി തയ്യാറാണോ, യു ക്യാൻ ഈസിലി കം ടു ദിസ് കോഴ്സ്. റൈറ്റ്. അപ്പോൾ കഷ്ടപ്പാടുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, നന്നായി ക്ഷമ ആവശ്യമുള്ള ഒരു പീരീഡ് ആയിരിക്കും ഇത് പഠനത്തിൽ നിന്നാണ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് സാർ പറയുന്നത് അല്ലേ? ഈ ഒരു കോച്ചിങ് സമയത്തെ ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു ലൈഫ്, അതൊക്കെ നമ്മൾ +2 കഴിഞ്ഞ അടുത്ത ചോദ്യം വന്ന് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഈ സോഴ്സ് ഇതിലേക്ക് എങ്ങനെ പോകാമെന്നുള്ള ഒന്ന് ആഡ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് മീൻസ് എൻ്റെ ബ്രദർ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അറിയുന്ന ആൾക്കാരിലായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം എന്തിനീ കോഴ്സ് ചൂസ് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ചില ആൾക്കാർക്ക് ഉത്തരം വരില്ല. ഇതിനുള്ളിൽ എന്താ പഠിക്കാൻ അറിയില്ല. ഇപ്പോൾ എനിക്കറിയുന്ന ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ട് ഈ കോഴ്സ് എടുത്തു, ഞാനും ഈ കോഴ്സ് എടുത്തു, സിമ്പിൾ. ഇതൊരു പ്രശ്നമാണെന്നല്ല പറയണേ.
കാരണം ഒന്നും ചിന്തിക്കാനില്ലാത്തവന് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വരുന്നിടത്ത് വെച്ച് കാണും. ഇപ്പം ഐ വാസ് ഇൻ ദാറ്റ് മൈൻഡ്, ഞാൻ ആ മൈൻഡിലായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം, എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ വരെ പറ്റില്ല. പക്ഷേ അതേസമയം ചില ആൾക്കാർ പക്ക ബ്ലെയിം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നോട് വെരി ഫ്രാങ്ക്ലി എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ അവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാം കുറച്ച് മുന്നേ. അപ്പോൾ അതിൻ്റെ മുന്നിലെ ഡ്രസ്സിങ് കോംപ്ലക്സ്, ഒരു കോംപ്ലക്സിൽ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കുട്ടി. ആ കുട്ടിയുടെ കസിനെ ചേർക്കാനാണ് വന്നത്. ആ കുട്ടിയെ ACCAക്ക് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അഡ്മിഷൻ ഓഫീസറിൻ്റെ സ്കില്ല് കൊണ്ട് ഈ അടുത്തിരിക്കുന്ന കുട്ടിയെ BPharm പഠിക്കാൻ ആഗ്രഹിച്ച സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയായിരുന്നു ആ കുട്ടി. ആ കുട്ടീനെ കൊണ്ട് CMA ഇന്ത്യ എടുപ്പിച്ചു. ഞാൻ ആ ക്ലാസ്സിൽ കയറുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ആ കുട്ടി എന്നോട് പുറത്തു പോയിട്ട് പറയാണ്, സാർ ഞാനിത് എന്തിനാ എടുത്തതെന്ന് എനിക്ക് അറിയില്ല. അത് ഒരു ഭയങ്കരമായ ഫാക്റ്റാണ്. നമ്മൾ എന്തിനാ ഈ കോഴ്സ് എടുക്കണം, എന്നെക്കൊണ്ട് ഇത് വർക്കാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആ കുട്ടീൻ്റെ കരിയർ ത്രൂ ഔട്ട് പഠിക്കുന്ന കാലം, പഠിച്ചതിന് ശേഷം ചില കരിയർ കാലത്തിലൊന്നും ഉണ്ടാവില്ല. ആ കുട്ടിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചില ആൾക്കാർ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ +2 കഴിഞ്ഞ് എന്താ ചെയ്യുക, CA എടുക്കുമ്പോൾ പോവാം. ഐ വാസ് ഇൻ ദാറ്റ് മൈൻഡ്. സോ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാനില്ല ഞാൻ ഫെയിലായ സമയത്ത്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു മൈൻഡ് തന്നെ വന്നിട്ടില്ല, എന്ത് ഇത് വേണം വേണ്ടി. ആൻഡ് കോഴ്സിൽ കയറിയാൽ ഇറ്റ്സ് എ സ്ട്രക്ചർ. ലൈക്ക് നമുക്ക് ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു കോഴ്സല്ലേ ഇത്. ഒരു സെഗ്മെൻറ്റ് തീർക്കുക, ദെൻ ഗോ ടു നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക്. അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. ആൻഡ് ഈ കോഴ്സിൻ്റെ ഏറ്റവും ഈ 7 കൊല്ലം കഴിഞ്ഞാൽ BTech നമ്മൾ പുറത്താക്കുമല്ലോ, 7 സംതിങ് അങ്ങനെ. ഇതിനങ്ങനെയില്ല. അതായത് ഉപ്പ മോൻ എല്ലാവർക്കും ഒരേ സമയം കോഴ്സ് പഠിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിനൊരു എൻഡിങ് ഇല്ല, എത്ര ഏജ് ഒന്നുമില്ല, എത്ര കാലം വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, 21 അറ്റംപ്റ്റുകൾ എടുത്തിട്ടുണ്ടായി CA ക്വാളിഫൈഡ് ആവാൻ. 8-12 അറ്റംപ്റ്റുകൾ CA ഇൻ്റർമീഡിയറ്റിലും, ഫൈനലിൽ 12, 8, 12, 20, 21 അറ്റംപ്റ്റുകൾ. 21 അറ്റംപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 10.5 കൊല്ലാണ് അവൻ എക്സാം എഴുതണേ. അതായത് ആ ഡ്യൂറേഷൻ അവൻ ആകെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ജൂണിൽ എക്സാം വരും, എഴുതും, ജൂലൈയിൽ റിസൾട്ട് വരും, പൊട്ടും, മെയ്യിൽ എക്സാം വരും, ജൂണിൽ പൊട്ടും, അടുത്ത നവംബറിൽ എക്സാം എഴുതും, ഡിസംബറിൽ പൊട്ടും. ആൻഡ് ഒരു കൊല്ലത്തിലാകെ ചെയ്യുന്നത് 2 തവണ എക്സാം എഴുതുക എന്നുള്ളത് മാത്രമാണ്. അതെൻ്റെ പാരൻസിൻ്റെ ബാക്കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഡിറ്റർമിനേഷൻ കൊണ്ടോ ആണ് എന്ത് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടോ, അതുകൊണ്ടാണ് ഇത് പാസ്സാണ്. അതേസമയം ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷൻ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഇൻ്റർമീഡിയറ്റ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആർട്ടിക്കിൾഷിപ്പ് ബാംഗ്ലൂരിൽ വർമ്മ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഫൈനൽ. ഇത് കഴിഞ്ഞ സുഹൃത്തും എനിക്കുണ്ട്. ഇത് രണ്ടും ആ കുട്ടിയുടെ ഡിറ്റർമിനേഷനാണ് പറയണത്. അതേസമയം ഇതിനുള്ളിൽ ലോക്കായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ കോഴ്സിൽ ലോക്കായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് തുടങ്ങി ഒരു പോയിന്റിൽ എത്തുമ്പോൾ മനസ്സിലാവും, ദിസ് വാസ് നോട്ട് അവർ ഗെയിം, ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനമായിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വാൾപേപ്പറാണ് എൻ്റെ ഡിസിഷൻ കൊണ്ട് എൻ്റെ ലൈഫ് റോയിനായി എന്നുള്ള കോലത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ വാൾപേപ്പർ, ഇറ്റ് വാസ് വാട്സപ്പ് വാൾപേപ്പർ തന്നെ എന്താണ് ഇതാണ് പറയണത്. സോ നിങ്ങളുടെ ഡിസിഷൻ എന്താ പറയുക, നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇത് കയറിയതിന് ശേഷം ദർ ഇസ് നോ ഗോയിങ് ബാക്ക് ആൻഡ് അങ്ങോട്ട് പോവുകയും ചെയ്യില്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക തന്നെ വേണം ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഈ നമ്മുടെ +2 കഴിഞ്ഞ് CAയിലേക്ക് ആളുകളെ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇതിനൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലൊരു രീതി, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റുകളാണെങ്കിലും അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് സത്യത്തിൽ? ശരിക്കും പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ളൊരു ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് സ്വാഗതം എന്നുള്ള രൂപത്തിലാണല്ലോ സാറ് പറഞ്ഞത്. അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ വേറെ ഇതിലൊന്നും കാണാറില്ല. അതായത് ഒന്ന് അഡ്വർടൈസ്മെൻറ്റിന് തന്നെ അതിൻ്റെ ഒരു മലയാള തനി അർത്ഥം നോക്കിയാൽ തന്നെ അതിലൊരു ഫാൾസ് ന്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികം എന്നാണ്. അതായത് സന്തോഷ് സോപ്പിട്ട് ആരും വിളിക്കുന്നില്ല. അപ്പോൾ അതുപോലെ അഡ്വർടൈസ്മെൻറ്റിലൊരു ഫാൾസ് എലമെൻറ്റ് ഉണ്ടാകുന്നുള്ളതൊരു അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു മണ്ടെന്നാണ് പറയേണ്ടത്. ഇനി ഈ ഫാൾസ് എലമെൻറ്റിൽ മീൻസ് അവർ പറയുന്നതൊക്കെ ഫാൾസാണ് അല്ല, ഇതിൽ ചില എലമെൻറ്റുകൾ വളരെ സത്യമാണ്. അതായത് കോഴ്സുകൾക്ക് ശേഷമുള്ള ലൈഫ് സെറ്റിൽമെൻറ്റ് ഇതൊക്കെ ഭയങ്കരമായൊരു സത്യമാണ്. അതേസമയം ഇതിൻ്റെ ഫാൾസ് എലമെൻറ്റുകൾ, ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് വെച്ച് മാർക്കറ്റ് പാസ് പെർസെൻറ്റേജ് സത്യമല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്ന വയസ്സിൽ അല്ലെങ്കിൽ ഇന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇതാവാൻ പറ്റും എന്നൊക്കെ പറയുന്നതിൽ ശരിക്കും ഒരു സത്യാവസ്ഥയുണ്ട്. അതായത് 17 വയസ്സിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് CMA USA എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ 1 കൊല്ലമാണ് ആ കോഴ്സിൻ്റെ കരിക്കുലം. ആ ഒരു കൊല്ലത്തിൽ 18-ാം വയസ്സിൽ ആ കുട്ടിക്ക് ക്വാളിഫൈഡ് ആവാം, 21-ന് മുന്നേ. ഇനി ACCA എന്ന് പറയുന്ന ഒരു 13 പേപ്പറുള്ള കോഴ്സ് ഒരു 2 കൊല്ലം കുട്ടി 2.5 കൊല്ലം കുട്ടി മെനക്കെട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താവാൻ പറ്റും? ACCA ക്വാളിഫൈഡ് ഒരു പ്രൊഫഷണൽ ലൈഫ് സെറ്റ് ആവുന്ന മാത്രം, അതായത് ലൈഫ് പാക്ഡ് ആവും. അതേസമയം CA CMA പോലുള്ള കോഴ്സുകൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നല്ല കോഴ്സ് നല്ല പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറായ കുട്ടിയാണെങ്കിൽ CAയുടെ ഇപ്പോഴത്തെ കോഴ്സ് സ്ട്രക്ചർ തന്നെ ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സാണ്. 17 വയസ്സിൽ +2 ക്വാളിഫൈഡ് ആയ ഒരു കുട്ടിക്ക് 21-21.5 വയസ്സിൽ കുട്ടിക്ക് ലൈഫ് സെറ്റിൽ ആവാം. അതാണ് ദാറ്റ് ഇസ് എ ട്രൂ ഫാക്ട്. പക്ഷെ എന്താണ് ഇന്നതൊക്കെ നടക്കണം.
അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ട്രൂ. അങ്ങനെ ആയ ആൾക്കാരുണ്ട് കേട്ടോ, സത്യം. ഇങ്ങനെ ലൈഫ് സെറ്റിലായ ആൾക്കാർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പോസിബിലിറ്റി മീൻസ് എത്രത്തോളം ഒരു കുട്ടിക്ക് മീൻസ് നമ്മുടെ ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിക്കോട്ടെ, എന്നാൽ പോലും ആ കുട്ടിക്ക് എത്രത്തോളം എല്ലാ ദിവസവും ഐ ആം എ പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ്, ഐ ഹാവ് ടു ആ ഡിറ്റർമിനേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും എന്നുള്ളത് ഒരു ചോദ്യം. നമ്മൾ ഈ ഒരു പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ സൊസൈറ്റി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് വി കാൺ ടെൽ ദാറ്റ് എന്ത് ഇതിൽ പാത്ത്. കാരണം നമ്മളൊരു ഓൺ ആൻ ആവറേജ് ആണല്ലോ എടുക്കേണ്ടത്. 4-4.5 കൊല്ലത്തെ കോഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ കോഴ്സ് ഉണ്ടായ ഹൈപ്പ് വാസ് ക്വാളിഫൈഡ് ആവുന്ന അന്ന സമയത്ത് ഒരു ഫണ്ണി പാട്ടാണ്, യൂസുഫ് അലി നേരെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും, നമ്മൾ കൂട്ടി കൊണ്ടു. ദാറ്റ് വാസ് അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ അതായിരുന്നു നമ്മൾ ക്വാളിഫൈഡ് ആയാൽ അങ്ങനെയാണെന്നൊക്കെ. മറ്റേതിപ്പില്ലേ ഒപ്പിന് ലക്ഷ്യം ഒപ്പിന്. ഞാൻ ക്വാളിഫൈഡ് ആയ അന്ന് എൻ്റെ വീടിനടുത്തുള്ള കുട്ടികൾ എൻ്റെ മോള് എനിക്കതൊക്കെ ഒപ്പിട്ടാൽ മതിയല്ലേ. ഞാൻ തിരിച്ചും തമാശ, ഞാൻ കുറച്ച് ഒപ്പ് തരങ്ങൾ വിൽക്കേ പണി വിൽക്കുക എന്താ വെച്ചാൽ ചെയ്തോളി എന്ന് പറയാറുണ്ട്. അതേ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു സത്യാവസ്ഥയുണ്ട്. ലൈക്ക് ഈ ഒപ്പിനാണ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ എല്ലാം സത്യമല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് കാസർഗോഡിലോട്ടിയ, ഫസ്റ്റ് അറ്റംപ്റ്റ് CA ഫൗണ്ടേഷൻ, ഫസ്റ്റ് അറ്റംപ്റ്റ് CA ഇൻ്റർമീഡിയറ്റ്, ഫസ്റ്റ് അറ്റംപ്റ്റ് വർമ്മ ബാംഗ്ലൂരിൽ 3 കൊല്ലം ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നു, CA ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ്. അതൊക്കെ വലിയ അത്ഭുതമാണ്. നമുക്ക് പോയി തൊട്ട് നോക്കാം ഇയാൾ ഈസി റിയൽ അങ്ങനെ നോക്കാൻ പറ്റുന്നൊരു കണ്ടന്റാണ്. അപ്പോൾ ഇവൻ ക്വാളിഫൈഡ് ആയതിനു ശേഷം ഇവൻ എന്നോട് പറഞ്ഞത് 70,000 പെർ മന്ത് ഇൻ ഹാൻഡ് എനിക്ക് സാലറി കിട്ടുന്നതാണ് പറഞ്ഞത്. ഏട്ടാ ഈ 70,000 കിട്ടാനാണോ ഞാൻ ഈ പണി മൊത്തം എടുത്തത് പെർ മന്ത്? അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാക്കേജ് ആണെങ്കിൽ പോലും എൻ്റെ സ്ട്രഗിൾ വാസ് നോട്ട് ഫോർ ദാറ്റ്, അതിനു വേണ്ടി ആയിരുന്നില്ല. അതേസമയം വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ദുബായിൽ ജോയിൻ ചെയ്തു, ഫ്രഷറായിട്ട് തന്നെ. ഹീ ഈസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് 20,000 ദിർഹംസ്, 20,000 ദിർഹംസ് പെർ മന്ത്. ദാറ്റ് ഈസ് എ ഹ്യൂജ് സാലറി. അതും CA ക്വാളിഫൈഡ് ആയ ഒരാൾക്കാണ് കിട്ടണേ. ഇപ്പോൾ ടെസ്ലൻ്റെ ഇന്ത്യൻ ബോർഡിൻ്റെ ഹെഡിലുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അയാൾക്ക് ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈനേക്കാൾ പേയ്മെൻറ്റ് സ്കെയിൽ ഉണ്ടെന്ന് നമുക്ക് പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്, കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അടക്കമുള്ള ക്വാളിഫൈഡ് ആയ ആൾക്കാർ, ഫൈസ് മുസ്തഫ മീനത്, ഇവരൊക്കെ ക്വാളിഫൈഡ് ആയി ആദ്യ സമയങ്ങളിലൊരു ഇവൻറ്റ് ത്രൂ എ ട്രോമ, ഒരു എന്താ പറയുക, ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ. അതായത് ക്വാളിഫൈഡ് ആയിട്ടും എനിക്ക് വർക്ക് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. എവറിബഡി ഈസ് സീക്കിംഗ് അറ്റ് ബിഗ് 4 അല്ലെങ്കിൽ ബിഗ് 6 നോക്കുമ്പോൾ ഈ ബിഗ് 6 കയറണമെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാവുക, ഫെയിൽ ആവുക. നമ്മൾ വിചാരം എന്താ ക്വാളിഫൈഡ് ആയ പാട് നമുക്ക് അത് വർക്ക് ആവണമെന്നില്ല എല്ലാ നേരത്തും. ഇനി ബിഗ് 4 പേയ്മെൻറ്റ് ഈസ് ഗുഡ്, റിയലി ഗുഡ്. കാരണം വെച്ചാൽ എന്താ പറയുക 11 lakhs പെർ ആനം പാക്കേജ് ഒക്കെ പറയുന്നത്, ദാറ്റ് ഈസ് നോർമൽ, വെരി ഗുഡ് അറ്റ് KPMG അറ്റ് ആ ഒരു ഫ്രഷർ. പക്ഷെ അതേസമയം വേറെ സ്കെയിൽ ഇതേ പറയുകയാണെങ്കിൽ ഒരു ബിഗ് 4 ബിഗ് 6 സാധാ ഫേമുകളിൽ എനിക്കറിയുന്ന, അതായത് KPMG, EY ഇതുപോലുള്ള കുറേ കോർപ്പറേറ്റ് MNC പോലുള്ള, MNCൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന ഫേംസാണ് ഈ ഇതൊക്കെ. ACC അഫിലിയേറ്റ് ആയ ഒരു റാങ്ക് ഹോൾഡർ ആയ ഒരു സ്റ്റുഡൻറ്റ് കാലിക്കറ്റിലെ ഇൻഫോ പാർക്കിൽ സമയം 25,000 രൂപ പെർ മന്തിൽ സാലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായി. ACC അഫിലിയേറ്റ് ആണ്. അത് കേരള മാർക്കറ്റിൽ ചിലപ്പോൾ അവർക്ക് അത്രയും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവും, അവർ നല്ലൊരു മാർക്കറ്റിലേക്ക് പ്ലേസ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തുണ്ട്, 40,000 രൂപ പെർ മന്ത് സാലറിയിൽ CA ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു CAക്ക് അണ്ടറിൽ അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ടോ സംതിങ്. പക്ഷെ 40,000 രൂപയാണ് പെർ മന്ത്. ഇത് കിട്ടാനല്ലല്ലോ, ഇതായിരുന്നില്ലല്ലോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറയുന്നത് എന്നുള്ളൊരു ശരിക്കുള്ളൊരു എലമെൻ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും ബിഗ് 4 പ്ലേസ്ഡ് ആവുക അല്ലെങ്കിൽ നല്ല കമ്പനികൾ പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല. അവിടെയും ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. 3 സ്റ്റേജ് ഓഫ് ഇൻ്റർവ്യൂസ്, എക്സാംസ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. റൈറ്റ്. ഈ നമ്മൾ സ്ട്രഗിളിനെ കുറിച്ച് പറഞ്ഞു, ഇവർ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന, കോച്ചിങ്ങിന് ചേർന്ന ഒരു വിദ്യാർത്ഥി കടന്നു പോകുന്ന ഈ സ്ട്രഗിളുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് പ്രഷറുകൾ ഉണ്ടാവും, പിയർ ഗ്രൂപ്പിൽ നിന്ന് പ്രഷറുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാകുമ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ? അത് 2017 16-17 കാലങ്ങളിലാണ് ഞാൻ CA പഠിക്കുന്നത്. അപ്പോൾ 2016 നിങ്ങൾ എന്നെ കണ്ടു, എന്താ ചോദിക്കണേ, CA സ്റ്റുഡൻ്റാണ്. 17 എന്നെ കണ്ടു, CA സ്റ്റുഡൻ്റാണ്. 18, 19, 20, 21, 22, 23 കാലയളവ് വരെ CA സ്റ്റുഡൻ്റാണ് ഞാൻ. ഇതിൽ വലിയ CA ഫൈനൽ ദേ വോണ്ട് ഗെറ്റ്, ആർക്കും മനസ്സിലാവില്ല.
അപ്പോൾ നമ്മൾ നാട്ടിലൊരു പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷനിൽ പോയാൽ എല്ലായിടത്തും ചോദ്യം ഇത് തന്നെയാണ്. ആദ്യത്തെ ചോദ്യങ്ങളിൽ സി എക്കാണല്ലേ പഠിക്കുന്നത്, ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ കാലങ്ങളിൽ ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ സി എക്കെന്ന് പറഞ്ഞാൽ സി എക്ക് തന്നെയാണ്. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഇത് തീരല്ലേ മോനെ. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ നിയർ ബൈയിലുള്ള ഒരു ഇത്താത്ത, മീൻസ് ഷീ ഈസ് സോ സ്വീറ്റ്. എനിക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാ ദിവസവും വീട്ടിലുണ്ട്. കാരണം നമ്മൾ രാവിലെ എണീക്കുക, പള്ളി വയ്ക്കുക, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക, പഠിക്കുക, പള്ളിയിൽ പോവുക, ഉറങ്ങുക, പഠിക്കുക. ഇത് മാത്രമായിരിക്കും രാവിലെ ഡേ ഫ്രം ദ മോർണിംഗ് ടു ഈവനിങ്. നമ്മുടെ ലൈഫ് സ്ട്രക്ചറിൽ ഇത് മാത്രമേ ഉണ്ടാവുക, ഈ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഫെയിൽ ആവുകയും ചെയ്യും. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, നാട്ടിലെ പള്ളിയിൽ ജുമക്ക് പോകാറില്ല. ആൾക്കാർ ചോദിക്കും. ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു കുട്ടി ക്വാളിഫൈഡ് CA ഫൗണ്ടേഷനോ ഇൻ്റർമീഡിയറ്റ് അതിൽ പോടിയെന്ന് പറയുകയാണ്, ഞാൻ വീട്ടിൽ ഒരു പരിപാടിക്കും പോകാറില്ല, കാരണം എൻ്റെ കുടുംബക്കാർ ഭയങ്കര മോശമാണ്. ചില ആൾക്കാർ ജെനുവിൻലി ചോദിക്കുന്നതാണ്, ഭയങ്കര ആഗ്രഹത്തോട് ചെയ്യും. ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര കെയറിങ് ആയി ചോദിക്കുന്നതാണ്. എനിക്ക് ഇതുവരെ ഫീൽ ചെയ്യില്ല ഒരാൾ എന്നെ മോശമായി ചോദിക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരോട് വളരെ കണ്ണിങ് ആയിട്ട് തന്നെ ചോദിക്കും, എന്നായിട്ടില്ലേ ശരി. അത് ഭയങ്കര ട്രോമയാണ്. ഒന്നത് ഫാമിലി ഇതിൽ. പിന്നെ ആൻഡ് കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്യൂറേഷൻ ഈ ഡ്യൂറിങ് ദി സ്റ്റഡി പീരീഡിൽ തന്നെ നമുക്ക് ഒരു കുട്ടിക്കും ഒരു 90-95% കുട്ടിക്കും എന്താ പഠിക്കാൻ പോകുന്നുള്ള ഒരു ധാരണയും എന്തുണ്ടാവില്ല, +2 കഴിയുമ്പോൾ ഉണ്ടാവില്ല. അതായത് +1 +2 ആകെ ഉള്ളത് അക്കൗണ്ടൻസി മാത്രമാണ്. ഇതിന് ശേഷം ഈ +2 പഠിക്കുന്ന ഒരു സാധനത്തിൻ്റെയും ഭയങ്കരമായ അഡ്വാൻസ്ഡ് സാധനം CA പഠിക്കാനില്ല. CMA ആവട്ടെ ACA ആവട്ടെ, ഇവിടെയൊക്കെ അക്കൗണ്ടൻസിയുടെ ഫുൾ അഡ്വാൻസ്ഡ് സാധനമുണ്ട്. പിന്നെ പഠിക്കാൻ പോകുന്ന പേപ്പേഴ്സായ ഓഡിറ്റിങ്, ടാക്സേഷൻ, കോസ്റ്റിംഗ് ഒക്കെയും പുതിയതാണ്. അപ്പോൾ ഒരു കുട്ടിക്കും, അതായത് CA ഇൻ്റർമീഡിയറ്റിൽ 1ാം ദിവസം ഞാൻ ബെഞ്ചിൽ പോയിരിക്കുമ്പോൾ എന്താ പഠിക്കാൻ പോകണേന്ന് തന്നെ എനിക്കറിയില്ല, എന്തോ വരാൻ പോകുന്നുണ്ട് എടുക്കുക എന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്താണ്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവോ ഐ മീൻ എ ട്രാപ്പ്, ഞാൻ കുടുങ്ങി. അതായത് ഒരു മിക്കവിധ സ്റ്റുഡൻസിനും എന്താവാറുണ്ട്, ഒരു ഡിലേമ വരും. അതായത് ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ, പേഴ്സ് ചെയ്യണോ, അല്ല ഡ്രോപ്പ് ചെയ്താൽ പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു 1-1.5 കൊല്ലം എന്തായിട്ടുണ്ടാവും, ലോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് അങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെക്കൊണ്ട് പറ്റുമോ എന്നുള്ള വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ആസ് എ ഫാക്കൽറ്റി എൻ്റെ അടുത്തേക്ക് പല കുട്ടികളും എന്നെ 11:30 മണിക്കും 12:30 മണിക്കൊക്കെ കുട്ടികൾ പാലക്കാട് വിളിച്ചു, സാറേ എന്താ ചെയ്യുക, എനക്കൊന്നും പറ്റില്ല. ഇതൊരു ട്രോമയാണ് ആൻഡ് ഇതൊരു ട്രാപ്പും കൂടിയാണ്. നമ്മൾ +2 ഒന്ന് തീരുമാനം എടുക്കാൻ നമുക്കൊരു സമയം തന്നില്ല. അതിന് മുന്നേ നമ്മളെന്താക്കി അതായത് +2 റിസൾട്ട് ഒന്ന് പിറ്റേന്ന് ജോയിനാണ്. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പറയുന്നത് വെച്ചാൽ ഇന്ന് ജോയിൻ ചെയ്യണം, നാളത്തേക്കില്ല, ഇന്ന് ജോയിൻ ചെയ്യണം, ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്, ഇന്ന് ക്ലോസിംഗ് ആണെന്നൊക്കെ പറയാം. സോ അവിടെ നമുക്കൊരു ഡിസിഷൻ, അതായത് അങ്ങനെ ഒരു ഡിലേമയിലാണ് ഈ അഡ്മിഷൻ ഓഫീസർ കൊണ്ടുവിടുക. എന്താ ചെയ്യുക, ഒന്ന് ചിന്തിക്കാനുള്ള സമയം. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നു, പെട്ടെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആയിരിക്കരുത് നിങ്ങളുടെ കോഴ്സിൻ്റെ ഡിസിഷൻ. അതെന്തായിരിക്കണം, കുറച്ചും കൂടി ടൈം എടുത്ത് നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരോട് ചോദിക്കുക, നിങ്ങളുടെ ഈ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ, ഈ കോഴ്സ് പേഴ്സ് ചെയ്യുന്ന പബ്ലിക്കിലുള്ള വേറെ കുട്ടികൾ ആൻഡ് ഈ കോഴ്സിൻ്റെ ഇതെന്താണ്, ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തായാലും പറ്റൂ ഈ കോഴ്സിലേക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റൂ. കാരണം ഇറങ്ങിയ കടലിൻ്റെ നടുക്കെത്തിയിട്ട് ദർ ഈസ് നോ റിട്ടേൺ ബാക്ക്. അല്ലെങ്കിൽ ചെയ്യരുത്. കാരണം ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ചോദിക്കും, നമുക്കൊരു കുത്തു വരും, ഞാനൊരു സാധനം നിർത്തി വന്നതാണ്, ഞാനൊരു ഫെയിലിയറാണ്, ഞാൻ ഇത് നിർത്തിയ ഒരാളാണെന്നുള്ളത് വല്ലാണ്ട് ലൈഫിൽ എല്ലാ പോയിന്റിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഇത് പാസ്സായ ഒരാളെന്ന നിലയിൽ ഒരുപാട് CAമാരുമായി ബന്ധം പുലർത്തുന്ന ഒരാളായിരിക്കുമല്ലോ. ഇതിൻ്റെ ഒരു കരിയർ എന്നുള്ള നിലയിൽ ഇത് പാസ്സായി വരുന്നവരുടെ ജോലി സാധ്യതകൾ, അവരുടെ സെറ്റിൽമെൻറ്റ്, ഇതെല്ലാം ഒന്ന് പ്രതീക്ഷ കൊടുക്കുന്ന ക്വാളിഫൈഡ്സ് ആണല്ലോ നമ്മൾ പറയണല്ലേ, പിന്നെ ലക്ഷ്യങ്ങൾ യൂസ്ഫുള്ളി. അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞേ, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഈ മോണിറ്ററി വൈസ് ചിന്തിക്കുകയാണെങ്കിൽ നോർമലി ക്വാളിഫൈഡ് CA ആവട്ടെ CM ആവട്ടെ ആർ ഗെറ്റിംഗ് എ ഗുഡ് പാക്കേജ്. ലൈക്ക് ബാക്കിയുള്ള കൊമേഴ്സ് കോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒരു നോർമൽ ബികോം ഒരു IIM-ലുള്ള MBA അല്ല ഞാൻ കമ്പയർ ചെയ്യുന്നത്. അതേസമയം ഒരു സാധാരണ നോർമൽ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ദേ ആർ ഗെറ്റിംഗ് ഗുഡ് പാക്കേജ്. അത് ഫ്രഷർ ആവട്ടെ, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആവട്ടെ, എന്താവണ്ടോ. പക്ഷേ ആ പാക്കേജ് മാത്രമായിരിക്കില്ല ഒരു ക്വാളിഫൈഡ് ആയ അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അത് മനസ്സിലാവില്ല. അയാളുടെ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആകെ കൺസേൺ വാസ് മോണിറ്ററി, നല്ല പൈസ ഉണ്ടാക്കുക, അതായിരുന്നു. ബട്ട് ക്വാളിഫൈഡ് ആയതിനു ശേഷം ഹിസ് തോട്ട് വിൽ ചേഞ്ച്. കാരണം ഫാമിലി, കരിയർ, ഇതൊക്കെ പാക്കപ്പ് ഒന്ന് ഇത് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ, ഒന്ന് എല്ലാം ഓർഡറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, ആസ് എ ക്വാളിഫൈഡ് ആൻഡ് ഒരു നല്ല പോസ്റ്റുള്ള ഒരാളാണെങ്കിൽ ഹി വിൽ സ്ട്രഗിൾ ഫോർ ദാറ്റ്. കാരണം പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരുവിധം സ്ഥലങ്ങളിലുള്ള വർക്ക് സ്പേസിലുള്ള പ്രഷർ, മോണിറ്ററി ഹി ഈസ് ഏർണിങ് സോ മച്ച്. പക്ഷേ നോൺ മോണിറ്ററി മെൻ്റലി എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ
അത് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഉറക്കം, പ്രഷർ, ഇതൊക്കെ ഭയങ്കര കൺസേൺസ് ആയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, PwC ബാംഗ്ലൂർ, ഇന്ത്യ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. 3 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരിക, ഉച്ചക്കല്ല അത് രാത്രി 3 മണിക്കാണ്. അതിനുശേഷം രാത്രിത്തെ നിസ്കരിക്കുന്നു, 9 മണി വരെ ഉറങ്ങുന്നു, പിറ്റേന്ന് ആദ്യം റൊട്ടീൻ. ഇനി വേറെ ഇത് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഫാമിലിനെ സ്പെൻഡ് ചെയ്യാൻ, ഫാമിലിനെ കാണാൻ നേരമില്ല. സാറ്റർഡേ സൺഡേ ഓഫ് ആണെങ്കിൽ പോലും അന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇപ്പം എന്നോട് വേറെ പറഞ്ഞിട്ടുണ്ടായി 3 മണിക്ക് ഞാൻ രാവിലെ എണീക്കും. ഒരു EYയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള 2-3 മണിക്കൂറുകൾ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം. ദെൻ അതിന് ശേഷമാണ് എന്ത് ചെയ്യണം, ഓഫീസിൽ പോയി പിന്നെ ആദ്യം വർക്ക് ചെയ്യണം. ആൻഡ് ഏറ്റവും വലിയ ട്രാപ്പാണ് വർക്ക് ഫ്രം ഹോമും കൂടി കിട്ടിയാൽ ഡസൻറ്റ് ഹാവ് എ ലൈഫ്, കംപ്ലീറ്റ്ലി ഒരു ലൈഫില്ല. അതായത് എല്ലാ സമയത്തും ഫ്രീ ആണ്, പക്ഷെ എല്ലാ സമയത്തും ഒരു കോളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അർജൻറ്റ് മീറ്റിംഗ്, അതായത് അവർക്ക് മെയിൽ വരുന്നത് അർജൻറ്റ് മീറ്റിംഗ്, 2 എക്സ്ക്ലമേഷൻ മാർക്സ്, എപ്പോഴും റെഡി ആയിരിക്കണം. ഒരു പട്ടാളം ആർമിയിലൊക്കെ ചേർന്ന പോലെ എപ്പോഴും റെഡിയാണ്. ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്വാളിഫൈഡ്സ് ആർ റെയറാണ്. അതായത് മോണിറ്ററി നല്ല പേയ്മെൻറ്റും ഉണ്ട്, അതേസമയം പ്രഷേഴ്സ് വളരെ കുറവാണെന്ന് പറയുന്ന ആൾക്കാർ ഇതിനെ രണ്ടിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടുകൾ വളരെ സത്യം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരുമിച്ച് CA അതൊരു ഗ്ലാമറസ് ഫീൽഡാണ് എന്നുള്ള രൂപത്തിൽ അതൊരു ആറ്റിറ്റ്യൂഡ് ഇവിടുത്തെ ഒരു എന്താ പറയുക ട്യൂഷൻ ഇൻഡസ്ട്രിക്ക് അതിൽ പറഞ്ഞല്ലോ, ഗ്ലാമറസ് ഫീൽഡാണിത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ, അതായത് സാധാ ഒരു നാട്ടിൽ ഓട്ടോക്കാരൻ. ഇപ്പം ഞാൻ ക്വാളിഫൈഡ് ആയതിൻ്റെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാനൊരു ഫാമിലിയിൽ പോയ സമയത്ത് എന്താ ചെയ്യുന്നത്, ഞാൻ CA കാരനാണ്, ശരിക്കും CA കാരനാണ് കംപ്ലീറ്റ്. ആരും ഇപ്പം എൻ്റെ ഉമ്മ ഫാമിലി, ഉപ്പ ഫാമിലി, എൻ്റെ നിയർ ബൈ എൻ്റെ മഹലിൽ വരെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇല്ല. ആ സമയത്ത് അതിനെന്തുണ്ട്, അത്രയും ഗ്ലാമറസ് ആണ്. ലൈക്ക് അത് ഭയങ്കര നമുക്ക് എക്സ്പെക്റ്റേഷൻ ആണല്ലോ, ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. ആൻഡ് നമുക്കതിൻ്റെ സ്ട്രഗിൾസ് മനസ്സിലാവാത്തതുകൊണ്ട് എല്ലാവരും എന്തൊക്കെയാണ് ഇനി CA പറ്റൂല എന്ന് ചില ആൾക്കാർ അറിയാം. ദേ ന്യൂ ദാറ്റ് എന്നെ കൊണ്ട് CA പറ്റില്ല. ദെൻ ദേ ആർ ഡയറക്ട്ലി ഗോയിങ് CMA India. ദാറ്റ് ഈസ് വെരി ഈസി കോഴ്സ്. ഞാൻ CMA Indiaക്ക് ക്ലാസ് എടുക്കുന്ന ഫസ്റ്റ് നിങ്ങൾ ഫ്രീ ഈസി ആണെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കരുത്, ഇങ്ങനെ ഇറങ്ങി പോയിക്കോളൂ. കാരണം എന്താ, ഇതിൽ നല്ല സ്ട്രഗിൾ. അതായത് CA കിട്ടേണ്ട ഒരു 80-90%, ചിലപ്പോൾ ഞാൻ CA കാരനായതുകൊണ്ട് CMA കുറച്ചൊന്നും അങ്ങനെയല്ല, ഒരു 90% അല്ലെങ്കിൽ 95% എഫേർട്ട് എന്തായാലും തന്നെ എന്താ വേണം, CMA ക്വാളിഫൈഡ് CMA സ്റ്റുഡൻസിനും ഇടാനുണ്ട്. ഓൾമോസ്റ്റ് സിലബസ് സെയിം ആണ്, ചിലയിടങ്ങളിൽ മാറ്റമുണ്ട്, പക്ഷെ എന്നാലും ഒരുവിധം സിലബസുകളിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്, പേപ്പർ സെയിം ആണ്. ഇനി ACC ആവട്ടെ, ഈ CA-CMA ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പാസ്സായാൽ പോരാ, 4 പേപ്പറുള്ള ഒരു ഗ്രൂപ്പ് മൊത്തം പാസ്സാണ്. അതിൽ ഒരു പേപ്പർ ഫെയിൽ ആയാൽ എല്ലാം പോയി. ഇതാണ് CA-CMA. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല എന്നറിയുന്ന കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയുള്ളൊരു ACC നിങ്ങൾ ചെയ്ത് നോക്കി. ACC ഓരോ പേപ്പർ വെച്ച് ചെയ്യാമല്ലോ. അതിൻ്റെ ഫണ്ട്, അതായത് ഫിനാൻഷ്യലി നല്ല ആവശ്യങ്ങളുണ്ടാവും. രണ്ടാമത്തെ പറയാനുള്ളത്, ഇതിലും എന്തുണ്ട്, നിങ്ങൾ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. കാരണം അതിലെ കോണ്ടന്റ് ലൈക്ക് F5 P സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ CA ഫൈനൽ പോലെ ACC ഫൈനൽ പേപ്പേഴ്സ് ഉണ്ട്. ഈ ഫൈനൽ പേപ്പേഴ്സൊക്കെ നല്ല സ്ട്രഗിളാണ്. അതായത് 3 അറ്റംപ്റ്റുകൾ എഴുതി 3 അറ്റംപ്റ്റുകളിലും 49 മാർക്ക് വന്ന് ഫെയിലായ ആൾക്കാരുണ്ട്. ഓരോ എക്സാമിനും 12,000 15,000 വീണ്ടും ഫീസ് ഉണ്ട്. ഇതൊക്കെ അതായത് നമ്മൾ മനസ്സിലാക്കണം എന്ത് ഇങ്ങനൊരു ട്രാപ്പിന്. ആൻഡ് CMA US ഈസ് ജസ്റ്റ് ആൻ ആഡ് ഓൺ കോഴ്സ്. +2 കഴിഞ്ഞ ഒരു കുട്ടിയും CMA US എടുക്കരുത്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, ഏത് മാർക്കറ്റിംഗ് ആവട്ടെ, ഏത് മെൻറ്റർ ആവട്ടെ, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. പണ്ട് BCom കഴിഞ്ഞ ആൾക്കാർ ടാലി ഒരു ആഡ് ഓൺ പോലെ ചെയ്യാറുണ്ടല്ലോ, അത് നല്ല ആഡ് ഓൺ ആയിരുന്നു. ഇവിടെ അത് ജസ്റ്റ് ഒരു ആഡ് ഓൺ എന്ന് പറയാൻ പറ്റില്ല. അതായത് ടാലി ഒരു ആഡ് ഓൺ പോലെ CMA US എന്നല്ല, പക്ഷെ എന്താണ്, ഒരു നല്ല ഡിഗ്രിയുള്ള നല്ല ജോലിയുള്ള ഒരാൾക്ക് ആഡ് ഓൺ ആയി ചെയ്യാൻ പറ്റിയ നല്ല വിലയുള്ള കോഴ്സാണ് CMA US. +2 കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ച് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയുക, ഒരു പ്രോപ്പർ ഡിസിഷനേ അല്ല. +2 കഴിഞ്ഞ ഒരു കുട്ടി CMA US എടുക്കരുതെന്ന് ഞാൻ പറയും. ഇതെൻ്റെ മാത്രം പേഴ്സണലാണ്, ബട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പക്ഷെ എടുക്കരുത്. ആൻഡ് CMA US ഈസ് ജസ്റ്റ് ആൻ ആഡ് ഓൺ കോഴ്സ്, ദാറ്റ് ഈസ് എ ഫാക്ട്. ഇപ്പോൾ നമ്മൾ ഈ 4 വർഷം കൊണ്ട് ഈ കോഴ്സ് 4 വർഷം കൊണ്ട് പഠിച്ച് പാസ്സാകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ 10 വർഷത്തോളം എടുത്ത് സ്ത്രീകളെ ഇത് പഠിച്ച ഒരാളെ കുറിച്ചും സംസാരിക്കേണ്ടായി. ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ്, അതായത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒരു ആവറേജ് എത്ര വർഷമാണ് ഒരു വിദ്യാർത്ഥി എടുക്കുന്നത് ശരിക്കും? ഈ കോഴ്സ് ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം തന്നെ ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണെന്നുള്ളതാണ്. ആരും കിട്ടാനില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ ലൈക്ക് നമ്മൾ പണ്ട് പറയണ്ടേ, ഒരു മാർക്കറ്റ് നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് ഒരാളെ മുകളിലേക്ക് ഒരു കല്ലിടുന്നാൽ താഴെ ഒരു BTech-കാരൻ്റെ തലയിലാണ് വീഴുക, BCom അതുപോലെ ഒരു CA-കാരൻ്റെ തലയിൽ വീഴുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റിന് എന്ത് വരുന്നത്,
ഒരു 12, 15, 18% പാസ് പെർസെൻറ്റേജ്. ഈ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നത് ഒരു അറ്റംപ്റ്റിൽ ആദ്യ അറ്റംപ്റ്റിൽ എഴുതി പാസ്സായ കുട്ടി എന്നല്ല ഇതിൻ്റെ അർത്ഥം. 2015 മുതലേ CA ഫൈനൽ ചെയ്യുന്ന കുട്ടിയും ഈ 2025 പാസ്സായതെങ്കിൽ ആ കുട്ടി പെർസെൻറ്റേജിലേക്ക് പെടും. അത് ഭയങ്കരമായ സത്യമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊല്ലം ഇറങ്ങിയ കുട്ടികളിൽ ഇത്ര ആൾക്കാർ പാസ്സായി എന്നല്ല, കൊല്ലങ്ങളായി ഇത് പേഴ്സ് ചെയ്യുന്ന ചില ആൾക്കാർ ഇത് പാസ്സായി. അതൊരു സത്യമാണ്. ആൻഡ് ACCA സ്റ്റുഡൻസ് ഇപ്പം ഇതിൻ്റെ ചർച്ചകൾ ACCA അല്ലെങ്കിൽ CMA USA സ്റ്റുഡൻസ് ഒരു കാലം കഴിഞ്ഞാൽ ഏതൊരു നിയർ ഫ്യൂച്ചറിൽ തന്നെ ഐ ആം എക്സ്പെക്ടിങ് ദാറ്റ് ഈ BTechകാരൻ്റെ തലയിൽ വീഴുന്നത് പോലെ BComകാരൻ്റെ തലയിൽ വീഴുന്ന പോലെ ഇത് വീണേക്കാം. കാരണം നമ്മൾക്കിത് ഈ ചിന്തകൾ ഡെഡ് എൻഡിൽ എത്തുമ്പോൾ ഇതാണല്ലോ പ്രശ്നം, ഈ മാർക്കറ്റിന് ഇത്രയും ആവശ്യമുണ്ടോ, റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ഇതൊരു ഭൂമിയിൽ എത്തൂലേ എന്നുള്ള ചോദ്യം ഉണ്ട്. സത്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാസ്സായി ഇറങ്ങുന്നവരുടെ ഒരു ക്വാളിറ്റി കൂടി പ്രധാനമാണല്ലോ. ആ എക്സാമിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായ മാർക്ക് കിട്ടിയെന്നതിനപ്പുറം ഈ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ കുറച്ച് ക്വാളിറ്റി കൂടി ഉണ്ടാവില്ലേ? അതായത് പൊതുവിൽ ക്വാളിറ്റി, ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ അതിൻ്റെ എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്നാലും എക്സ്പെക്റ്റഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ സത്യമാണ്. അതായത് ഞാൻ ഇതിനിടയ്ക്ക് ഒരു ട്വീറ്റ് ഉണ്ട്, ഒരു CMA ഒരു വലിയ ആളുടെ CMA ക്വാളിഫൈഡ് ആയി ഇറങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഐ വിൽ ബി സോ ഹാപ്പി ദാറ്റ് CMAക്കാരന് അത്ര ക്വാളിറ്റി ഇല്ല. ഞാൻ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ വേറൊരു CAക്കാരൻ്റെ കോമൻറ്റ് ഉണ്ട്, CAക്കാർക്കും ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ. അത് ഒരു പ്രൊഫഷനല്ല ബ്ലെയിം ചെയ്യണം, സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റിയിലാണ് പ്രശ്നം വരുന്നത്. ചില ആൾക്കാർ എന്താണ് ഡമ്മി അതായത് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാതെ ഡമ്മി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ഫാമുകളിൽ വർക്ക് ചെയ്താൽ അങ്ങനെ വർക്ക് ആവാത്ത കുറേ ആൾക്കാർ, അതായത് സ്റ്റുഡിയസ് വൈസ് വിൽ ബി സോ ഓക്കെ, ഷീ വിൽ ബി സോ ഓക്കെ. ബട്ട് ഒരു എക്സ്പീരിയൻസ് വൈസിലോ അല്ലെങ്കിൽ വർക്കിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും വളരെ, കാരണം ആഫ്റ്റർ ഓൾ നമ്മൾ ഈ പഠിച്ച സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. ആൻഡ് നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉണ്ടാവും, ഓഡിറ്റിംഗ് പേപ്പേഴ്സിലൊക്കെ ഫുൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് എത്രത്തോളം വർക്കാണെന്നുള്ളത് ദാറ്റ് ഈസ് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സത്യം. നമുക്ക് അവസാനമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഫാമിലിയിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് അനിവാര്യമാണല്ലോ. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കരിയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരോട്, ഫാമിലിയോട്, സൊസൈറ്റിയോട്, ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് മെൻറ്ററായി വർക്ക് ചെയ്യുന്ന ഒരു സർ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ. കാരണം ഈ കോഴ്സിന് ചേർക്കുന്ന എല്ലാ സ്റ്റുഡൻറ്റിനും പാരൻസിനും ധാരണ വേണം ഇതൊരു നല്ല ക്രിട്ടിക്കൽ കോഴ്സാണ്. ഭയങ്കര ഒരു ടഫായ അല്ലെങ്കിൽ കുറച്ച് നല്ല പാസ് പെർസെൻറ്റ് വളരെ കുറവുള്ളൊരു കോഴ്സാണ് എന്നുള്ള ബോധ്യം ഒന്ന് വേണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കുട്ടിയെ ചേർക്കുന്നത്. ഇനി ഈ കുട്ടിയെ ചേർത്താൽ ആ കുട്ടിയിൽ നിന്ന് എല്ലാ സമയത്തും ഒരു പോസിറ്റീവായ റെസ്പോൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. രണ്ട് കാര്യങ്ങളാണ്, പഠിക്കുന്ന സമയത്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളോ നിങ്ങളുടെ സ്ട്രഗിൾസ് മൊത്തം അവരെ അറിയിക്കുക. പാരൻസിനാണെങ്കിൽ പാരൻസ് എന്തായാലും ഫുൾ സ്ട്രഗിൾസ് നമ്മൾ എന്തായിരിക്കണം, ആ കുട്ടിയെ അറിയിച്ചിരിക്കണം, വി ആർ ഡൂയിങ് ദിസ് മച്ച് സ്ട്രഗിൾ. അത് ആ കുട്ടീൻ്റെ ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും. അതായത് ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികൾ എത്ര ഉണ്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വെഞ്ചെന്നൊക്കെ ചില കുട്ടികൾ ഇങ്ങനെ കൈബന്ധിക്കും, ഫുള്ള് കണ്ണൊക്കെ എന്ന് പറഞ്ഞിട്ട് സാർ എൻ്റെ പാരൻസ് അങ്ങനെ. അത് അറിയിക്കണം കുട്ടികൾക്ക്, ആ കുട്ടിക്ക് ഒരു ബൂസ്റ്റപ്പാണ്. ഇനി അതേസമയം ആ കുട്ടി ഫെയിലായാൽ, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ CMA ഇൻ്റർമീഡിയറ്റ് ആ കുട്ടി തോറ്റുപോയി. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സാർ എന്നെ ഗൾഫിലേക്ക് അയക്കാൻ പോവാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് തോറ്റുകൊണ്ട്. നമ്മളതിൻ്റെ വയസ്സ് എത്രയാണോ, 18 വയസ്സ്. അപ്പോൾ ഒരു അറ്റംപ്റ്റിൽ കുട്ടി തോക്കുമ്പോൾ ഇവർ പറയുകയാണ് ആകെ 4 പേപ്പറിലുള്ളൂ, 40 മാർക്കില്ലേ വേണ്ടു, സുഖമായിട്ട് പഠിക്കാമല്ലോ. അതൊരിക്കലും അത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും പാസ്സാവുമല്ലോ. എന്നിട്ട് ഈ കുട്ടി വീട്ടിലെ സ്ട്രഗിൾ നടന്നിട്ടാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എഴുതാൻ പോണേ. ആ കുട്ടി എന്നോട് പറഞ്ഞു, സാർ ഈ പ്രാവശ്യം എനിക്ക് ബോത്ത് എഴുതിയേ പറ്റും, മീൻസ് 2 ഗ്രൂപ്പ് എഴുതിയേ പറ്റൂ, കാരണം അല്ലെങ്കിൽ എനിക്കൊരു വഴിയില്ല. വേറൊരു കുട്ടീനോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 181 തോറ്റു, എന്നോട് 181 വലിയ പ്രശ്നം. ഞാനും അതുപോലെ അടുത്ത അറ്റംപ്റ്റിൽ പാസ്സാന്ന് പറയുമ്പോൾ എന്നോട് ആ കുട്ടി തിരിച്ചു, സാറിൻ്റെ ഫാമിലി പോലെയല്ല എൻ്റെ ഫാമിലി, എനിക്ക് നല്ല പ്രഷറുണ്ട്, എങ്ങനെയും പാസ്സാവണമെന്നുള്ളത്. അത് ഭയങ്കരമായ സ്ട്രഗിളാണ്. ഫാമിലി ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ കുട്ടി ചെയ്യുന്ന സാധനത്തിന് നമ്മൾ മെൻ്റലി ബാക്കപ്പ് കൊടുത്തില്ലെങ്കിൽ, അത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. വേറെ കുട്ടികളാണ്, സാർ ഈ അറ്റംപ്റ്റിൽ ആരെ കൊന്നിട്ടാലും എനിക്ക് പാസ്സാവണം. അത് ആ കുട്ടി നല്ലോണം പഠിക്കും, സ്റ്റുഡിയസ് മീൻസ് വെരി സ്റ്റുഡിയസ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു പേപ്പറിനൊക്കെ തോറ്റിട്ട് ഇതൊക്കെ പോവും. എൻ്റെ ഒരു ഫ്രണ്ട് 202 മാർക്കാണ് വേണ്ടത്, 202 മാർക്കിൽ ആ കുട്ടി തോറ്റുണ്ടായി, ഒരു പേപ്പർ തോറ്റു. അതായത് അഗ്രിഗേറ്റ് വേണ്ടതിനേക്കാൾ തോറ്റു. ഒരു കുട്ടി 198-ലും 197-ലും തോറ്റു. 39 മാർക്സിൽ ഒരു പേപ്പർ തോറ്റ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തു, പഠിച്ചു, എന്നിട്ട് തോറ്റതിൻ്റെ ടെൻഷൻ വേറെ, ഫാമിലി പ്രഷർ വേറെ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സുകാരനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു 20 വയസ്സുകാരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് ഈ പ്രഷർ.
അതായത് ലോൺ എടുത്ത് പഠിക്കുന്ന ആൾക്കാർ, സ്വന്തം ഈ ഫിനാൻഷ്യലി ഫ്രണ്ട്സിൻ്റെ നിന്ന് കടം, വീട്ടുകാരോട് ഫണ്ട് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ നിന്ന് കടം വാങ്ങി പഠിക്കുന്ന ആൾക്കാർ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫാമിലി ബാക്കപ്പ് ചെയ്യുക, അത് മാത്രമാണ് ചെയ്യാനുള്ളത്. ക്വാളിഫൈഡ് ആയ എല്ലാ ആൾക്കാർക്കും ഒരു 95% കുട്ടികൾക്കും അവർക്ക് പറയാനുണ്ടാവും എൻ്റെ ഫാമിലി എന്നെ ബാക്കപ്പ് ചെയ്തുകൊണ്ട്, എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ട്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, എൻ്റെ ഫാമിലി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ, ഇതൊക്കെ എല്ലാവർക്കും പറയാനുള്ളത്. ഈ കഥകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് ചെയ്യണം, ഇവരെ ബാക്കപ്പ് ചെയ്യണം. ഈ മെൻ്റലി ബാക്കപ്പ് ചെയ്താൽ തന്നെ കുട്ടികൾ ഭയങ്കരമായി സ്ട്രോങ് ആവും. അത് അവർക്കൊരു ഡബിൾ സ്ട്രോങ് ആവും. അവരില്ലാത്ത കപ്പാസിറ്റീസ് വരെ അവരുണ്ടാക്കും, അവരില്ലാത്ത എഫേർട്സ് ഇടും, അവരില്ലാത്ത സമയങ്ങളുണ്ടാക്കും. ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ ബാക്കിയൊക്കെ എന്തായിക്കോളും, ബാക്കിയൊക്കെ കുറച്ചൊക്കെ അവരെ കയ്യിൽ കൊടുക്കുക. അത് സുഖം മാത്രം കൊടുക്കരുത്, ഇത് നമ്മുടെ പ്രഷേഴ്സ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. റൈറ്റ്. ഏതായാലും CA CMA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ അതിന് നമ്മുടെ സമൂഹത്തിലുള്ള ആ ഒരു പൊസിഷൻ അത് ലക്ഷ്യമിട്ട് എല്ലാ വിദ്യാർത്ഥികളും ചേരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഈ ബാക്ക് സ്റ്റോറികളും കൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ഏതായാലും ഇവിടെ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിന് നമ്മൾ അവസാനിപ്പിക്കാം. താങ്ക് യു.